ബാക്ക്ലാഷ് ഉടക്കിക്കണമെന്ന് വെച്ചാൽ നേരത്തെ അടിച്ചേട്ടാ. എനിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. ഈ മത്സ്യനോട് അടുത്ത് കൊടുത്താണ് മീൻ കയറി. എന്തായാലും ആമ്പലിൻ്റെ ഇടയിൽ നിന്ന് അടിച്ചേട്ടാ. ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങണ തന്നെ ഒരു അടിയോടുകൂടിയാണ്. ഒരു ബാക്ക്ലാഷ് വീണായിരുന്നു. ആ ബാക്ക്ലാഷ് വീണ സമയത്ത് തന്നെ നമുക്കൊരു അടിപൊളി സ്ട്രൈക്കിങ് കിട്ടിയായിരുന്നു കേട്ടോ. വീണ്ടും മീനടിച്ചിരിക്കുന്നതാണ്. നല്ല അടിപൊളി ഒരു കിടിക്കോച്ച് മീനാണ്ട് നമുക്ക് കിട്ടിയാണ്. നല്ല സൈസ് സാധനം. അടുത്തായിട്ടാ. അപ്പോൾ നമുക്ക് പിന്നെ മീൻ അടിച്ചിട്ടുണ്ട്. പോസ്റ്റ് പ്ലേറ്റിൽ തന്നെ കേട്ടാ. ഇതാണ് മീൻട്ടാ. 1/2 കിലോ റേഞ്ചോളം ഉണ്ട്. ബാക്ക്ലാഷ് ഉടക്കിക്കണമെന്ന് വെച്ചാൽ നേരത്തെ അടിച്ചേട്ടാ. എനിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. ഈ മത്സ്യനോട് അടുത്ത് കൊടുത്താണ് മീൻ കയറി. എന്തായാലും ആമ്പലിൻ്റെ ഇടയിൽ നിന്ന് അടിച്ചേട്ടാ. ഇതാണ് 1/2 കിലോ 600 ഗ്രാം ഉണ്ടാവും. ഓക്കെ, ഒന്നൊരു കാസ്റ്റ് ചെയ്തോട്ടെ. റോഡ് അറിയാമല്ല, ഗോസ്റ്റ് ബ്ലേഡ്, റീല് ടാക്കുക എന്ന് പറഞ്ഞ റീലിൻ്റെ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സാധനങ്ങളൊക്കെ. ഇപ്പം മസ്റ്റാർട്ട് ഇട്ടാ. പിന്നെ നമുക്ക് മീനടിച്ചതും ഭാഗ്യം കൊണ്ട് തന്നെ അടിച്ചാണ്. കുറേ നേരം നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വന്ന വഴിക്ക് ചുമ്മാ ഒന്ന് കാസ്റ്റ് ചെയ്തപ്പോൾ അടിച്ചാണ്. മറിച്ചിലുണ്ട്. ഇന്ന് മൂന്നാമത്തെ കേട്ടാ. ചക്കോലത്തെ അല്ലാണ്ട് 1 കിലോന്റെ മേലുണ്ട്. ചേർന്നാന്ന് വിചാരിച്ച. പവർലേക്ക് ഒരു കിലോ റേഞ്ച് ഉണ്ട് കേട്ടോ. 1 kg ഉണ്ട് കേട്ടോ. നോവേല അടിച്ചേട്ടാ. അവിടെ നിന്ന് നടന്നു തന്നെ വഴിക്ക് വെറുതെ ഒരു ഓളം കണ്ട് കാസ്റ്റ് ചെയ്ത് നോക്കിയാണ്. അത് കയറി അടിച്ച് ഒരു 1 കിലോൻ്റെ മേളിലുണ്ട് കേട്ടോ. 150 150 റേഞ്ചിൽ തന്നെ മീൻട്ടാ. ആണ്. ഓക്കെ, തവളയിക്കണണ്ട അങ്ങ് അണ്ണാക്കിലാണ്. ടൈമിങ് കൊടുത്താണ്. ഓക്കെ, അതൊരു കാസ്റ്റ് ചെയ്തോട്ടെ. അപ്പോൾ ഇന്ന് മൂന്നാമത്തെ മീൻട്ടാ ഗോസ്റ്റ് ബ്ലേഡിൽ തന്നെ. റോഡ് ഗോസ്റ്റ് ബ്ലേഡ് റീൽഡ് ആക്കുവാനായിട്ടാ.
ഗപ്പി പോലെ കേട്ടോ. അതായത് നമുക്ക് പിന്നെ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. മൂന്നാമത്തെ കേട്ടോ. അതെ പായന്ന് കീറിക്കൂടി. ഈ തവളേനൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. നല്ല മരണ അടിയാണ്. നമ്മളുടെ ഇനിയുള്ള വീഡിയോകളിൽ ഈ റബ്ബർ ഷോ ഉണ്ടാവും. തവള ചീമൂടിട്ടാ. ചീമൂടിൽ എത്ര ദൈവത്തിൻ്റെ ഹുക്കൊക്കെ പോയി.